നമസ്കാരം. തിരുവനന്തപുരത്ത് വലിയ കോലാഹലം നടക്കുകയാണല്ലോ. ആര് എന്ത് പറയണം, ആരെന്ത് പരിപാടി നടത്തണം, ആ പരിപാടിയിൽ ആരെ പങ്കെടുപ്പിക്കണം, ആ പരിപാടിയിൽ എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന മട്ടിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും പുറത്തും നടക്കുന്ന കോലാഹലങ്ങളും ഗുണ്ടായുസങ്ങളും. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെയായിരുന്നു. സോവിയറ്റ് യൂണിയനിലും കംബോഡിയയിലും ചൈനയിലും ഒക്കെ ഇങ്ങനെയായിരുന്നു. എല്ലാം പാർട്ടി തീരുമാനിക്കും, പാർട്ടി പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്നാൽ അവരെ കൊന്നുകളയുകയോ ആക്രമിച്ച് നശിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരവും കമ്മ്യൂണിസ്റ്റ് സ്വഭാവവും കമ്മ്യൂണിസ്റ്റ് കൾച്ചർ. പാർട്ടിയുടെ പ്രവർത്തന രീതിയും എല്ലാം അതുതന്നെയാണ്. കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല എന്ന് ഈ വിഡ്ഢികളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പുറമെ അവരുടെ സുഹൃത്തുക്കൾ ആരുമില്ലേ? കേരളത്തിൽ RSSകാർ പരിപാടി എങ്ങനെ നടത്തണം, ആ പരിപാടിയിൽ ആരുടെയൊക്കെ ഫോട്ടോ വെക്കണം, ആ പരിപാടിയിൽ ആരെയൊക്കെ പങ്കെടുപ്പിക്കണം, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണോ തീരുമാനിക്കുന്നത്? കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാൾ വാടകയ്ക്കെടുത്ത് അവിടെ ഒരു പരിപാടി നടത്തിയെന്നാൽ ആ പരിപാടിയിൽ എങ്ങനെ വേണം കാര്യപരിപാടിയും അതിന്റെ മറ്റിതര കാര്യങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ബഹളം കൂട്ടുകയും ഒക്കെ അക്രമം കാണിക്കുകയും ഗുണ്ടായുസം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? നിങ്ങൾ ആരോടാണ് ഈ ഗുണ്ടായുസം കാണിക്കുന്നത്? നിങ്ങൾ ഏത് ഭരണഘടനയെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും നിയമവിധേയമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാനും സംഘടിക്കാനും പ്രസംഗിക്കാനും എഴുതാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ വേണം നടത്താൻ എന്ന് അവിടുത്തെ ചില സിൻഡിക്കേറ്റ് മെമ്പർമാര് എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ അവിടെ കടന്ന് ഒച്ച വിളിക്കുന്നത് കണ്ടു. കുറെ കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചൂടുചോറ് വാരിക്കുന്നു എന്ന് പറയുന്നത് പോലെ വലിയ കമ്മ്യൂണിസ്റ്റുകാരെ മീശ കുരുത്ത് വരുന്ന പൊടിപ്പിള്ളേരെ കൊണ്ട് ഈ കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് അവിടെ ഇട്ട് ഗുണ്ടായുസവും അക്രമവും ഒക്കെ തെറിവിളിയൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കണക്കിന് നിങ്ങളാണ് സമ്പൂർണ്ണ രാജ്യവും ഭരിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയായിരിക്കും? അവർക്ക് ജീവിക്കാൻ പറ്റുമോ? മറ്റേതെങ്കിലും സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? മറ്റേതെങ്കിലും സംഘടനയുടെ പ്രവർത്തകർ പ്രസംഗിക്കാനോ എഴുതാനോ എന്തിന് ഒരു അക്ഷരം മിണ്ടാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ ഭാരതത്തിന്റെ ഭരണഘടനയുടെ തണലിൽ അതിന്റെ സൗജന്യം പറ്റി ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്, ഭാരത ഭരണഘടനയുടെ സൗജന്യം പറ്റി ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അവരിങ്ങനെയാണ് മറ്റുള്ളവരോട് ഇപ്പോൾ പെരുമാറുന്നതെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണം തന്നെ രാജ്യത്ത് വരികയും കമ്മ്യൂണിസ്റ്റ് ഭരണഘടന വരികയും ഒക്കെ ചെയ്തെന്നാൽ നിങ്ങൾ മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കുമോ? കൂട്ടക്കൊല നടത്തില്ല. എത്ര കോടി ആൾക്കാരെയാണ് നിങ്ങൾ സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ഒക്കെ കൊന്നുകളഞ്ഞത്? ഈ തരം ഗുണ്ടായിസം കൊണ്ട് ഇവിടെ ഇത് മേലാൽ ഇറങ്ങി നടക്കരുത് എന്ന് പറയാൻ നിങ്ങളോട് ഉപദേശിക്കാൻ ആരും ഉണ്ടാവില്ല. നമുക്കും അത് കഴിയില്ല. കാരണം ഈ വിഡ്ഢികളോട് 1000 വിഡ്ഢികളെ, രാമായണത്തിന് ഒരു പ്രയോഗമുണ്ട്, 1000 വിഡ്ഢികളെ ഉപദേശകരാക്കുന്ന മന്ത്രിമാരാക്കി വെക്കുന്നതിലും പ്രധാനമാണ് ബുദ്ധിയുള്ള ഒരാളെ മന്ത്രിയാക്കി വെക്കുന്നത് എന്ന് രാമൻ ഭരതനോട് പറയുന്നുണ്ട്. 1000 പടുവിഡ്ഢികളെ അല്ലെങ്കിൽ 100 പടുവിഡ്ഢികളെ അല്ലെങ്കിൽ ഏതാനും പടുവിഡ്ഢികളെ മന്ത്രിമാരാക്കി വെച്ചുകൊണ്ട് കോടാനുകോടി കേരളീയരെ മലയാളികളെ ഭരിക്കാൻ നോക്കുന്ന ഈ വൃത്തികെട്ട ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാട് വിലപ്പോവില്ല എന്ന് തിരിച്ചറിയണം നിങ്ങൾ. ഇനിയെങ്കിലും നിങ്ങൾ ഏകാധിപത്യം നടത്തിയ നാടാണല്ലോ പശ്ചിമ ബംഗാൾ, നിങ്ങൾ ഏകാധിപത്യം നടത്തിയ നാടാണല്ലോ ത്രിപുര. അവിടെയൊക്കെ നിങ്ങളെ അവര് പച്ചമടൽ വെട്ടി അടിച്ച് ഓടിച്ചിട്ട് അവിടെയെല്ലാം ചാണകവെള്ളം തളിച്ച് ശുദ്ധം വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇനിയും പഠിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞതാണ്. ഈ കേരളത്തിലെ ഒരു പിടി ഗുണ്ടകളായ പിള്ളേരെ കൊണ്ട് അവരുടെ കുടുംബജീവിതം നശിപ്പിച്ചു, അവരുടെ വ്യക്തി ജീവിതം നശിപ്പിച്ചു, അവരുടെ ഭാവി ജീവിതം തകർത്തു. എന്നിട്ട് അതെല്ലാം തകർത്തിട്ട് ഈ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഈ കോപ്രായങ്ങൾ കാണിക്കാൻ നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഗുണ്ടായുസം വിലപ്പോകുന്ന കാലം കഴിഞ്ഞു. നിങ്ങൾ പറയുന്ന നുണകൾ നാട്ടുകാർ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങൾ ഏത് കൊള്ളരുതായ്മ കാണിച്ചാലും അതിന്റെ പച്ചയ്ക്ക് അത് പുറത്തേക്ക് വരും. നിങ്ങൾ എത്ര നുണ വിളിച്ചു പറഞ്ഞാലും അടുത്ത നിമിഷം അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരും. അതുകൊണ്ട്
ഭരിക്കാൻ അറിയാതെ കടം മേടിച്ച് മുടിഞ്ഞ് നിങ്ങൾക്കും നിങ്ങളുടെ മന്ത്രിമാർക്കും നിങ്ങളുടെ നേതാക്കന്മാർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉണ്ണാനും ഉടുക്കാനും ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ടുമുടിച്ച് കേരളം ശുദ്ധ പാപ്പരാക്കി മാറ്റിയിട്ട് ഇനി അതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ ഈ കൊള്ളരുതായ്മയായിട്ട് യൂണിവേഴ്സിറ്റിയെ ഉപയോഗിക്കരുത് എന്ന് മാത്രമാണ് ഒരു അഭ്യർത്ഥനയുള്ളത്. യൂണിവേഴ്സിറ്റിയിലോ മറ്റിടങ്ങളിലോ പരിപാടികൾ മറ്റുള്ളവർ നടത്തും. ആ പരിപാടികൾ എങ്ങനെ വേണമെന്ന് അത് നടത്തുന്നവർ തീരുമാനിക്കും. അത് തീരുമാനിക്കാനും മാത്രം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഇന്നോളം വളർന്നിട്ടില്ല എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. RSSകാരുടെ പരിപാടിയിൽ ആരെ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ അത് പണ്ട് നിങ്ങൾ കണ്ണൂരിൽ പണ്ട് RSS 50-70 കൊല്ലം മുമ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ ശാഖ നടത്താൻ പറ്റിയല്ല. ശാഖ നടത്താനും RSSന്റെ പ്രചാരകനെ താമസിപ്പിച്ച വീട് റെയ്ഡ് ചെയ്ത് പരിശോധന നടത്തിയ ആൾക്കാരാണ് നിങ്ങളുടെ നേതാക്കന്മാര്. ആ നേതാക്കന്മാരെ പിന്നെ ജയിലിലടച്ച ചരിത്രമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പൊടിപ്പിള്ളേർക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ കാരണവന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് ചോദിച്ചു നോക്ക്. കണ്ണൂരിൽ RSS പ്രചാരകനെ താമസിപ്പിച്ച വീട് റെയ്ഡ് ചെയ്ത ആളിന്റെ ഗതി എന്തായിരുന്നു എന്ന്. അതുകൊണ്ട് അത് അന്ന് അത്രയെങ്കിലും നിങ്ങൾ ചെയ്തു. ഇന്ന് ഇമാതിരി കൊള്ളരുതായ്മയായിട്ട് ഇറങ്ങി നടക്കരുത്. നിങ്ങൾ ആരെയും വെല്ലുവിളിച്ചിട്ട് ഇവിടെ ഗുണ്ടായുസം കൊണ്ട് കേരളത്തിന്റെ ഭരണവ്യവസ്ഥകളെയോ കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയോ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും നിങ്ങളുടെ ഗുണ്ടായുസം കൊണ്ട് നിയന്ത്രിക്കാം എന്ന് വിചാരിക്കരുത്. ആ ഗുണ്ടായുസത്തിന്റെ മറയായിട്ട് ഭരണഘടന പൊക്കിപ്പിടിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തെരുവിൽ ഇറക്കി തെരുവ് ഗുണ്ടകളാക്കി മാറ്റിയ ആ കുട്ടികളെ അവരുടെ അച്ഛനമ്മമാർക്ക് വിട്ടുകൊടുക്കുക. കുടുംബം മുടിക്കാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾ ഇനിയെങ്കിലും പാലിക്കുക. ജനാധിപത്യത്തിൽ ഓരോ പ്രസ്ഥാനങ്ങളും പാർട്ടികളും സംഘടനകളും എങ്ങനെ പ്രവർത്തിക്കും, അവരെന്ത് പരിപാടി നടത്തുമെന്ന് അവർ തീരുമാനിക്കും. അത് തീരുമാനിക്കാൻ ഏതായാലും DYFIക്കാരോ SFIക്കാരോ അവരെ പറഞ്ഞയക്കുന്ന ഈ കടൽക്കിഴവന്മാരായ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇനി കഴിയില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മര്യാദക്കാരായി കഴിയണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഗുണ്ടകളെ തെരുവിൽ നിന്ന് പിൻവലിച്ച് മനുഷ്യന് സമാധാനപരമായി ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് പറയുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കാം, പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ കൺമുമ്പിലാണ് ഈ കൊള്ളരുതായ്മയും തമ്മാടിത്തരങ്ങളും നടക്കുന്നത്. അതിനെ ഇങ്ങനെ കയറൂരി വിട്ട് പേ പിടിച്ച ചെന്നായ്ക്കളെ പോലെ തെരുവിലിട്ട് ആ തെരുവിൽ കാണുന്നവരെയെല്ലാം കടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ദയവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തടയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.